ഹൃദയാഘാതത്തെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവതാരകൻ രാജേഷ് കേശവനെ വെല്ലൂരിലേക്ക് മാറ്റി. എയർ ആംബുലൻസിലാണ് വെല്ലൂരിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. നിതിൻ അംബുജനുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിതിൻ, ഈ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ അദ്ദേഹത്തെ ഇപ്പോൾ വെല്ലൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്? നിതിൻ, തുടരുന്ന ചികിത്സയുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വെല്ലൂരിലേക്ക് മാറ്റിയിരിക്കുന്നത്. ന്യൂറോ റീഹാബിലിറ്റേഷന്റെ ഭാഗമായാണ് വെല്ലൂരിലേക്ക് എയർ ആംബുലൻസിൽ രാജേഷ് കേശവനെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഡിസ്ചാർജ് നടപടികളൊക്കെ തന്നെ ലേക്ക് ഷോർ ആശുപത്രിയിൽ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കി വെല്ലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 29 ദിവസമായി അദ്ദേഹം ലേക്ക് ഷോർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ എയർ ആംബുലൻസിൽ അദ്ദേഹത്തെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. സുഹൃത്തും സഹപ്രവർത്തനമായ പ്രതാപ് ജയലക്ഷ്മിയാണ് സമൂഹ മാധ്യമങ്ങളോട് ഇക്കാര്യം പങ്കുവച്ചത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തത്. ഇതിനിടയിൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിനെ ഇപ്പോൾ വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിനൊപ്പം സുഹൃത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ യാത്രയിൽ ഒപ്പമുണ്ടെന്നാണ് പ്രതാപ് ജയലക്ഷ്മി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ശരി നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.